എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുകയും ചെയ്യുന്നു. അനുകൂല നമസ്കാരം. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത്. അതിനിടയിൽ ആയിരുന്നു ആശ്വാസമായി ഇന്നലെ പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ട മഴ ലഭിച്ചത്. 8 ജില്ലകളിൽ മഴ ലഭിച്ചു എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് ചൂടിനിടയിലാണ് ഇത്തരത്തിൽ മഴ ലഭിച്ചത്. എന്നാൽ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് കുറയുന്ന ഒന്നല്ല ഇത് എന്നാണ് സാഹചര്യം വ്യക്തമാക്കുന്നത്. കാരണം സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത്. അത്തരം പോരാട്ടങ്ങൾ ഒരു ഭാഗത്ത് കനക്കുമ്പോൾ ദേശീയ തലത്തിൽ ഇപ്പോൾ വിഷയം അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നടപടികളുമാണ്. വാർത്താരംഭം തുടങ്ങുകയാണ്. ആദ്യം പരിശോധിക്കാം പ്രധാന തലക്കെട്ടുകൾ. ഡൽഹി മദ്യനയക്കേസിൽ അരവിന്ദ് കെജ്രിവാൾ കസ്റ്റഡിയിൽ. കെ കവിതയ്ക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യും. ഗൂഢാലോചനയുടെ കേന്ദ്രം കെജ്രിവാളിന്റെ വസതിയെന്ന് റിമാൻഡ് റിപ്പോർട്ട്. കെജ്രിവാളിന് നൽകാൻ കവിത 50 കോടി ആവശ്യപ്പെട്ടതായും ഇ ഡി. ഷഹീദ് പാർക്കിൽ ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധം. പ്രധാനമന്ത്രിയുടെ ഭൂട്ടാൻ സന്ദർശനം തുടരുന്നു. പരമോന്നത സിവിലിയൻ ബഹുമതി ഏറ്റുവാങ്ങി. നേട്ടം 140 കോടി ജനങ്ങൾക്ക് സമ്മാനിക്കുന്നുവെന്ന് നരേന്ദ്രമോദി. മോസ്കോയിൽ IS ഭീകരാക്രമണം. 60 മരണം, 100 പേർക്ക് പരിക്ക്. വെടിവെപ്പുണ്ടായത് സംഗീതവേദിക്കരികിൽ. ഗസയിൽ വെടിനിർത്തലിനുള്ള UN പ്രമേയം പരാജയപ്പെട്ടു. US പിന്തുണച്ച പ്രമേയത്തെ റഷ്യയും ചൈനയും വീറ്റോ ചെയ്തു. റഫ പട്ടണം ആക്രമിക്കാൻ ഇസ്രയേലിന് അനുമതി നൽകുന്നതാണ് പ്രമേയമെന്ന് വിമർശനം. വോട്ടെടുപ്പിന് ഇനി 35 നാൾ. തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. 4 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാതെ BJP. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കാസർഗോട്ട് ഇന്ന് ബഹുജന റാലി. മുഖ്യമന്ത്രി നയിക്കും. നാളെ കണ്ണൂരിലും മറ്റന്നാൾ മലപ്പുറത്തും റാലി. കടുത്ത ചൂടിൽ ആശ്വാസമായി വേനൽ മഴ. ഒറ്റപ്പെട്ട മഴ ലഭിച്ചത് 8 ജില്ലകളിൽ. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥ് നേരിട്ടത് കടുത്ത പീഡനം. 8 മാസം തുടർച്ചയായി റാഗിങ്ങിന് ഇരയായി. മുറിക്കുള്ളിൽ നഗ്നനാക്കി റാഗ് ചെയ്തതായും ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട്. കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതിക്കെതിരെ ബലാത്സംഗ കേസും. പൂജയുടെ പേരിൽ നിതീഷ് പീഡിപ്പിച്ചത് സുഹൃത്തിന്റെ അമ്മയെ. തിരുവനന്തപുരം നഗരവാസികളുടെ ഉറക്കം കെടുത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിൽ. ഈന്തിവിള സ്വദേശി ബാഹുലേയനെ പിടികൂടിയത് വഞ്ചിയൂർ പോലീസ്. 23 ഭവനഭേദന കേസുകളിൽ പ്രതി. ആലുവയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സംശയം. ആറാട്ടുപുഴയിൽ പൂരത്തിനിടെ ആനകൾ ഇടഞ്ഞു. പാപ്പാൻ പരുക്കുകളോടെ രക്ഷപ്പെട്ടു. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ. ഡൽഹി പഞ്ചാബിനെ നേരിടും. കൊൽക്കത്ത ഹൈദരാബാദ് മത്സരം രാത്രി 7:30. വാർത്താരംഭം വിശദമായി കടക്കുമ്പോൾ മദ്യനയ അഴിമതി കേസിൽ കസ്റ്റഡിയിലുള്ള ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ED ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. മദ്യനയ രൂപീകരണത്തിലും കോഴ ഇടപാടിലും കെജ്രിവാളിന് നിർണായക പങ്കുണ്ട് എന്നാണ് ED ആരോപിക്കുന്നത്. കേസിൽ കസ്റ്റഡിയിൽ ഉള്ള BRS നേതാവ് കെ കവിതയ്ക്ക് ഒപ്പം ഇരുത്തി കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് ആലോചനയിലുണ്ട്. അറസ്റ്റിനെതിരെ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി ഇന്ന് ഷഹീദ് പാർക്കിൽ പ്രതിഷേധിക്കും.
കേസിൽ കവിതയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ER രാഗേഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന്. രാഗേഷ്, ഈ പ്രതിഷേധം ശക്തമാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പ് EDയെ സംബന്ധിച്ചിടത്തോളം വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നു. പ്രത്യേകിച്ച് ED ഈ വിഷയത്തിൽ കൃത്യമായ പങ്ക് അരവിന്ദ് കെജ്രിവാളിന് ഉണ്ട്. അതിൽ ഇടനിലക്കാരെ ഉൾപ്പെടെ സ്വാധീനിക്കുകയും അവർക്ക് അവസരമൊരുക്കി നൽകുകയും ഒക്കെ ചെയ്തത് കെജ്രിവാൾ ആണ് എന്ന് ED പറയുന്നു. കവിതയ്ക്കൊപ്പം ഇരുത്തി ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കാനായിരിക്കുമോ EDയുടെ ശ്രമം? അഭിലാഷ്, 6 ദിവസത്തേക്കാണ് അരവിന്ദ് കെജ്രിവാളിനെ ED കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് വിശദമായി കെജ്രിവാളിനെ ചോദ്യം ചെയ്യും. അതിന് കവിതയ്ക്കൊപ്പം ഒരു ചോദ്യം ചെയ്യാനുള്ള നീക്കമാണ് നടത്തുന്നത്. നിലവിൽ കവിത EDയുടെ കസ്റ്റഡിയാണുള്ളത്. കവിതയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. അപ്പോൾ സ്വാഭാവികമായും ഇന്ന് കവിതയെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കും. ED ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം അരവിന്ദ് കെജ്രിവാളിനൊപ്പം ചോദ്യം ചെയ്യേണ്ടതുണ്ട് കവിതയെ. അതുകൊണ്ട് തന്നെ 5 ദിവസത്തേക്കെങ്കിലും കസ്റ്റഡിയിൽ വേണം എന്നൊരാവശ്യം ED മുന്നോട്ട് വയ്ക്കും. എന്നാൽ സുപ്രീം കോടതി ഇന്നലെ ജാമ്യ അപേക്ഷ തള്ളിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് വിചാരണ കോടതിയിൽ, റോസ് അവന്യൂ കോടതിയിൽ കവിത ജാമ്യാപേക്ഷ നൽകാനുള്ള സാധ്യതയും നിലവിലുണ്ട്. ഏതായാലും ED പറയുന്നത് മദ്യനയ അഴിമതിയുടെ ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത് കെജ്രിവാളാണ്. അപ്പോൾ കെജ്രിവാളിനെയും കവിതയെയും ഒപ്പമിരുത്തി ചോദ്യം ചെയ്യണം എന്നൊരു നിലപാടിൽ ആവർത്തിക്കുകയാണ് ED. നേരത്തെ കവിതയെ അറസ്റ്റിന് പിന്നാലെ ED ഒരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. അതിൽ പറഞ്ഞിരുന്ന കാര്യം 100 കോടി രൂപ ആം ആദ്മി പാർട്ടി കൈക്കൂലിയായി വാങ്ങി എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഇന്നലെ റിമാൻഡ് ആപ്ലിക്കേഷനിലും ഇക്കാര്യങ്ങൾ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് കേസിൽ മാപ്പ് സാക്ഷിയായവരുടെ മൊഴികളും ഇതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് മാഗുണ്ട ശ്രീനിവാസ റെഡ്ഡി പറഞ്ഞിരിക്കുന്നത് 2021 താൻ കവിതയുമായി കൂടിക്കാഴ്ച നടത്തി. അന്ന് കവിത 50 കോടി രൂപ കെജ്രിവാളിന് നൽകാൻ ആവശ്യപ്പെട്ടു. പക്ഷെ ഔദ്യോഗിക തിരക്കുകളുള്ളതാണ് താൻ മകൻ രാഘവനെ ആ ചുമതല ഏൽപ്പിച്ചു. പിന്നീട് രാഘവ് 25 കോടി രൂപ കെജ്രിവാളിന് നൽകാനായി കവിതയ്ക്ക് നൽകി എന്ന മൊഴിയുണ്ട് എന്ന് ഇന്നലെ ED ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഡൽഹിയിലെത്തി രാഘവ് കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അപ്പോൾ അന്നും കെജ്രിവാൾ ആവശ്യപ്പെട്ടത് മദ്യനയത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കാം, പകരം ഗോവ തെരഞ്ഞെടുപ്പിനായി സംഭാവന നൽകണം, 100 കോടി രൂപ അങ്ങനെ ആവശ്യപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളാണ് ED ഇന്നലെ നൽകിയ റിമാൻഡ് ആപ്ലിക്കേഷനിലും സൂചിപ്പിക്കുന്നത്. അങ്ങനെ കെജ്രിവാളിന് ഇതിന് കൃത്യമായ പങ്കുണ്ട്, കെജ്രിവാളാണ് ഇതിന്റെ ബുദ്ധികേന്ദ്രം എന്നാണ് ED ആവർത്തിച്ച് പറയുന്നത്, ആരോപിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഒരു കവിതയെയും കെജ്രിവാളിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനായിരിക്കും ഏതായാലും EDയുടെ നീക്കം. ഒപ്പം ഇന്ന് കവിതയെ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട്. മറുവശത്ത് പ്രതിഷേധങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് തുടരുകയാണ്. ഇന്നലെ ഏതായാലും വലിയ സംഘർഷത്തിലേക്ക് ITO സമീപത്തെ പ്രതിഷേധം പോയിരുന്നു. ഇന്ന് ഏതായാലും ITOയ്ക്ക് സമീപത്തുള്ള ഷഹീദ് പാർക്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് ആം ആദ്മി പാർട്ടി. പ്രത്യേകിച്ച് ഇന്ന് ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ് എന്നിവരുടെ രക്തസാക്ഷി ദിനമാണ്. അപ്പോൾ ഇന്ന് ITOയ്ക്ക് സമീപത്തുള്ള ഷഹീദ് പാർക്കിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാർ, MLA മാർ, കൗൺസിലർമാർ തുടങ്ങിയവർ ഈ സമരത്തിൽ പങ്കെടുക്കും. ഒപ്പം ഇന്ത്യ മുന്നണിയിലെ നേതാക്കളെയും ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരാൻ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. നാളെ രാജ്യവ്യാപകമായി പ്രധാനമന്ത്രിയുടെ കോലം കത്തിക്കും എന്നാണ് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റന്നാൾ ഹോളിയാണ്. പക്ഷേ ആം ആദ്മി പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഹോളി ആഘോഷിക്കില്ല. പകരം വീടുകൾ കയറിയിറങ്ങി എന്താണ് സംഭവിച്ചത്, പ്രത്യേകിച്ച് BJP പ്രതികാര നടപടി കൈക്കൊള്ളുന്നു എന്ന് ബോധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി അറിയിച്ചിരിക്കുന്നത്. 26-ാം തീയതി പ്രധാനമന്ത്രിയുടെ വീട് വളയും എന്ന പ്രഖ്യാപനം കൂടി ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ രാകേഷ്, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടി ആസന്നമായിരിക്കും ഒരു ഘട്ടത്തിൽ ആണ് AAPയുടെ ക്യാപ്റ്റൻ തന്നെ ഇപ്പോൾ അഴിമതിക്ക് അകത്തായിരിക്കുന്ന സാഹചര്യം. അവിടെ വലിയൊരു പ്രതിസന്ധി നേരിടുന്നുണ്ടല്ലോ. ഡൽഹിയിൽ ഇത്തവണ ഒരു മാറ്റത്തിന് വേണ്ടി AAPയും കോൺഗ്രസും ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. ആ ഒരു സാഹചര്യത്തിനിടയിലാണ് ഇങ്ങനെ അരവിന്ദ് കെജ്രിവാളിന് മാറി നിൽക്കേണ്ടി വരുന്നത്. അപ്പോൾ അത്തരം ഒരു പ്രചാരണത്തിന് കൂടിയാണോ AAP തയ്യാറെടുക്കുന്നതൊപ്പം ഇനിയിപ്പോൾ സുപ്രീം കോടതിയെ സമീപിച്ചേക്കും AAP എന്ന തരത്തിലും റിപ്പോർട്ടുകളുണ്ടല്ലോ? ആം ആദ്മി പാർട്ടി ഏതായാലും അത്തരത്തിലൊരു പ്രചാരണ ആയുധമാക്കുകയാണ് ഈ വിഷയം. പ്രത്യേകിച്ച് BJP, അതായത് BJP രാഷ്ട്രീയമായി വേട്ടയാടുന്നു എന്നത്
കൂടുതൽ ജനങ്ങളിലേക്ക് ബോധിപ്പിക്കുക, അങ്ങനെ അത്തരത്തിലുള്ള പ്രചാരണം ഏറ്റെടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് ആം ആദ്മി പാർട്ടിക്കുള്ളത്. അതിൻ്റെ തുടർച്ചയായാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള സമര പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് അത്തരമൊരു മാർച്ച് നടത്താൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അത് വലിയ സംഘർഷങ്ങളിലേക്ക് വഴിമാറുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു വിഷയം, ഏതായാലും ഈ അറസ്റ്റ് അടക്കമുള്ള വിഷയങ്ങൾ സജീവ ചർച്ചയാക്കി നിർത്തുക എന്ന് തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ ലക്ഷ്യം. ഏതായാലും പിന്നോട്ടില്ല എന്ന് ആം ആദ്മി പാർട്ടി നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കെജ്രിവാൾ ആകട്ടെ ഇന്നലെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് പോകും വഴി മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് താൻ ജയിലിലിരുന്ന് ഭരിക്കും, രാജിവെക്കില്ല എന്ന് കെജ്രിവാളും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ അടക്കമുള്ള വിഷയത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്നുള്ളത് നിർണായകമാണ്. ഒപ്പം അഭിലാഷ് സൂചിപ്പിച്ച പോലെ ഇന്നലെ അഭിഷേക് സിംഗ്വി തന്നെ വ്യക്തമാക്കിയത് കീഴ്ക്കോടതിയിൽ നിന്ന് വിചാരണ കോടതി എന്തു പറയുന്ന അടിസ്ഥാനപ്പെടുത്തി സുപ്രീം കോടതിയിൽ വീണ്ടും വരാമെന്ന് അദ്ദേഹം ഇന്നലെ ഹർജി റിട്ട് പെറ്റീഷൻ പിൻവലിക്കുമ്പോൾ വ്യക്തമാക്കിയിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അടുത്ത നടപടിയായി സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അഭിലാഷ്. റൈറ്റ്. എന്തായാലും ദേശീയ തലത്തിൽ ഇന്ന് പ്രധാനപ്പെട്ട വാർത്തയായി വരും മണിക്കൂറുകളിൽ തുടരുകയും ചെയ്യുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ തുടർന്നുണ്ടായിട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ ആണ്. വലിയ പ്രതിഷേധം ഉണ്ടാകും. ED കസ്റ്റഡിയിൽ ആണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ഉള്ളത്. ഇന്നിപ്പോൾ കെ കവിതയോടൊപ്പം ഇരുത്തിക്കൊണ്ട് കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള നീക്കം ആണ് EDയുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. പുറത്ത് വലിയ പ്രതിഷേധം ആണ് AAPയും അതോടൊപ്പം തന്നെ ഇന്ത്യ മുന്നണിയും നടത്താൻ പോകുന്നത്. ഇത്തരത്തിൽ രാഷ്ട്രീയമായ വലിയ ചലനങ്ങൾ രാജ്യത്ത് തുടരുമ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭൂട്ടാനിൽ ആണ് ഉള്ളത്. ഭൂട്ടാനിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം തുടരുകയാണ്. ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ദി ഓർഡർ ഓഫ് ദി ഡ്രഗ് ഗ്യാൽപോ അദ്ദേഹം ഏറ്റുവാങ്ങി. അതോടൊപ്പം തന്നെ ഭൂട്ടാൻ രാജാവാണ് ഈ ബഹുമതി സമ്മാനിച്ചത്. ഈ നേട്ടം 140 കോടി ജനങ്ങൾക്ക് സമ്മാനിക്കുന്നു എന്നാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്. 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ഭൂട്ടാനിൽ എത്തിയത്. ആ സന്ദർശനം തുടരുകയാണ്. അന്താരാഷ്ട്ര തലത്തിൽ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന വാർത്ത റഷ്യയിലെ ഭീകരാക്രമണം സംബന്ധിച്ചാണ്. ഭീകരാക്രമണത്തിൽ മരണം 60 ഉയർന്നിരിക്കുകയാണ്. 145 പേർക്കാണ് ഈ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. തലസ്ഥാനത്ത് ഉണ്ടായ ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം IS ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഭീകരാക്രമണ സാധ്യതയെക്കുറിച്ച് റഷ്യയ്ക്ക് 1 മാസം മുമ്പ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വിവരങ്ങളുമായി അശ്വിനി ചേരുന്നുണ്ട്. അശ്വിനി, ഈ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം IS ഏറ്റെടുത്തിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോട്ടോ അല്ലെങ്കിൽ എന്തായിരുന്നു ഈ ആക്രമണത്തിന് പിന്നിൽ ലക്ഷ്യം, ആവശ്യം, അങ്ങനെ എന്തെങ്കിലും ISന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് തീർത്തും അപ്രതീക്ഷിതമാണ് റഷ്യയെ സംബന്ധിച്ചിടത്തോളം. കാരണം റഷ്യയിൽ ഇത്തരത്തിലൊരു ആക്രമണം, പ്രത്യേകിച്ച് IS പോലുള്ള ഒരു ഭീകര സംഘടനയുടെ ആക്രമണം ഒട്ടും പ്രതീക്ഷിക്കുന്നതല്ല. എന്നാൽ കഴിഞ്ഞ കുറേ നാളുകളായി, ഏകദേശം ഒരു 2 വർഷത്തോളമായി റഷ്യയെ ലക്ഷ്യമിട്ടിട്ടുള്ള ആക്രമണ അല്ലെങ്കിൽ പദ്ധതികളൊക്കെ ISIS-K എന്ന് പറഞ്ഞ വിഭാഗം ആസൂത്രണം ചെയ്തിരുന്നു എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. പ്രത്യേകിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ നിലപാടുകൾ ഇസ്ലാം വിരുദ്ധമാണെന്ന തരത്തിലുള്ള ഒരു നിഗമനത്തിലാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കണക്കുകൂട്ടലിലാണ് ഇവർ എത്തിയിട്ടുള്ളത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ റഷ്യൻ പ്രസിഡന്റിനെതിരെയുള്ള പരാമർശങ്ങളടക്കം അല്ലെങ്കിൽ റഷ്യൻ നിലപാടിനെ വിമർശിച്ചുകൊണ്ടൊക്കെ ISIS-K എന്ന വിഭാഗം രംഗത്ത് വന്നത്. ഇതിന് പിന്നാലെയാണ് ഇന്നലെ മോസ്കോയിൽ, ഇന്നലെ എന്ന് പറയാനൊക്കില്ല, ഇന്ത്യൻ സമയം അർദ്ധരാത്രിക്ക് ശേഷമാണ് അവിടെ മോസ്കോയിൽ ക്രോക്കസ് സിറ്റി ഹാളിൽ ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുന്നത്. ഇതിൽ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 അംഗ സംഘം, സായുധരായ 5 അംഗ സംഘം അവിടെ പിക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബാൻഡിന്റെ പെർഫോമൻസ് നടക്കുന്നതിനിടയിൽ കാണികൾക്കിടയിലേക്ക് നിറയൊഴിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെ തന്നെ, വെടിവെപ്പിന് പിന്നാലെ തന്നെ സിറ്റി ഹാളിൽ അഗ്നിബാധയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിൽ 60ഓളം പേരാണ് ഇപ്പോൾ മരിച്ചതായി റഷ്യ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ 145-ലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ ഇത്തരത്തിലൊരു ആക്രമണ സാധ്യതയെക്കുറിച്ച്, അതായത് അമേരിക്ക അതുപോലെ തന്നെ മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഒരു 6 മാസത്തിനിടയിൽ അത്തരത്തിലൊരു ആക്രമണം നടക്കാനൊരു സാധ്യതയുണ്ടെന്ന് അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗങ്ങളൊക്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. പ്രത്യേകിച്ച് റഷ്യയ്ക്ക് ഇത്തരത്തിലൊരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നിലവിലൊരു സാഹചര്യത്തിൽ റഷ്യയ്ക്ക് ഇതൊരു വലിയൊരു തിരിച്ചടി തന്നെയാണ്. പ്രത്യേകിച്ച് യുക്രൈനുമായുള്ള യുദ്ധം കടുപ്പിക്കുന്ന ഒരു സാഹചര്യം, അതിന് പിന്നാലെ തന്നെ സാമ്പത്തികമായ പ്രതിസന്ധികളും മറ്റ് ഉപരോധങ്ങളും ഒക്കെ നേരിടുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു തീവ്രവാദ ആക്രമണവും കൂടി റഷ്യയ്ക്ക് മേൽ വരുമ്പോൾ അത് പുടിന് മേലുള്ള സമ്മർദ്ദം ശക്തമാക്കുകയാണ്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ഇലക്ഷനിൽ പുടിൻ
പുടിന്റെ എതിരാളിയായിരുന്ന അല്ലെങ്കിൽ എതിരാളിയായി കണക്കാക്കപ്പെട്ടിരുന്ന നവൽനിയുടെ മരണത്തിൻ്റെയൊക്കെ പിന്നാലെ ഉണ്ടാകുന്ന ഈ ഒരു സംഭവം വലിയ സമ്മർദ്ദവും അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ രാജ്യത്തിനുള്ളിലും പുടിനെതിരെയുള്ള വിമർശനവും അതുപോലെ തന്നെ എതിർപ്പും ഒക്കെ ഉയരാൻ ഇടയാക്കും എന്നതിൽ തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്രമണം തീവ്രവാദത്തിനപ്പുറം മറ്റു തരത്തിലും ഇതിന് പ്രതിഫലനങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അഭിലാഷ്. റൈറ്റ്. എന്തായാലും മോസ്കോയിൽ കനത്ത ജാഗ്രത തുടരുകയാണ്. ഒരു മാസം മുമ്പ് തന്നെ ഇത് സംബന്ധിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാണ് വൈറ്റ് ഹൗസ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഗാസയിൽ വെടിനിർത്തലിനുള്ള UN പ്രമേയം പരാജയപ്പെട്ടു. US പിന്തുണച്ച പ്രമേയത്തെ രക്ഷാസമിതിയിൽ റഷ്യയും ചൈനയും വീറ്റോ ചെയ്തു. 12 ലക്ഷം പലസ്തീൻകാർ കഴിയുന്ന റഫ പട്ടണം ആക്രമിക്കാൻ ഇസ്രയേലിന് അനുമതി നൽകുന്നതാണ് പ്രമേയത്തിലെ ഭാഷയെന്ന് ആരോപിച്ചാണ് ഇരു രാജ്യങ്ങളും എതിർത്തത്. ലോകവാർത്തകളിൽ മറ്റൊന്ന്, ബ്രിട്ടനിലെ കിരീടാവകാശി വില്യം രാജകുമാരൻ്റെ ഭാര്യ കേറ്റ് രാജകുമാരിക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചു എന്നുള്ളതാണ്. കീമോതെറാപ്പി നടക്കുകയാണ് എന്ന് ഇന്നലെ പുറത്തുവിട്ട വീഡിയോയിൽ ആണ് കേറ്റ് വ്യക്തമാക്കിയത്. വില്യമിൻ്റെ പിതാവ് ചാൾസ് ക്യാൻസറിന് ചികിത്സയിലാണ് എന്ന് കഴിഞ്ഞ മാസമാണ് രാജകൊട്ടാരം വെളിപ്പെടുത്തിയത്. കേരളത്തിലെ വാർത്തകളിലേക്ക് വരുമ്പോൾ, പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ 8 മാസം തുടർച്ചയായി റാഗ് ചെയ്തു എന്ന് റിപ്പോർട്ട്. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്തിമ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. മുറിക്കുള്ളിൽ നഗ്നനാക്കി റാഗ് ചെയ്തിരുന്നതായി സിദ്ധാർത്ഥൻ പറഞ്ഞു എന്നാണ് സഹപാഠിയുടെ മൊഴി. പുതിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിയമോപദേശത്തിന് ശേഷം ആയിരിക്കും റിപ്പോർട്ട് VCക്ക് കൈമാറുക. ഇടുക്കി കട്ടപ്പന ഇരട്ടക്കൊലപാതക കേസിലെ മുഖ്യപ്രതി നിതീഷിനെതിരെ ബലാത്സംഗ കേസും പൂജയുടെ ഭാഗമായി ഗന്ധർവൻ ചെയ്യുന്നത് എന്ന് വിശ്വസിപ്പിച്ചായിരുന്നു സുഹൃത്തിൻ്റെ അമ്മയെ പീഡിപ്പിച്ചത്. 2016 ശേഷം പലതവണ ബലാത്സംഗം ചെയ്തു എന്നാണ് പരാതി. പ്രിൻസ് ജെയിംസ് ആണ് ചേരുന്നത്. പ്രിൻസ്, ഈ നിതീഷിനെതിരെ നിരവധിയായ ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണിപ്പോൾ ബലാത്സംഗ കേസും റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, തീർച്ചയായും ഇപ്പോൾ നിതീഷിനെതിരെ വലിയ കേസുകൾ ഒക്കെ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ട്. ഇരട്ടക്കൊലപാതകം കൂടാതെ ഈ സുഹൃത്തിന്റെ അമ്മയെ ബലാത്സംഗം ചെയ്തു എന്നുള്ള പരാതി കഴിഞ്ഞ ദിവസമാണ് പോലീസിനെ ലഭിച്ചത്. ഇത് സംബന്ധിച്ച് പോലീസ് മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിജീവിതരെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2016 കാലഘട്ടം മുതൽ പലതവണ നിതീഷ് ഈ സുഹൃത്തിന്റെ അമ്മയെ ബലാത്സംഗം ചെയ്തു എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഗന്ധർവൻ ചെയ്തതാണെന്ന് വിശ്വസിപ്പിച്ചായിരുന്നു പീഡനം. സംബന്ധിച്ചാണ് ഇവർ പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ കട്ടപ്പന ഇരട്ടക്കൊലപാതകത്തിൽ നിതീഷ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. നിതീഷും വിഷ്ണുവിനെയും കൊണ്ട് കഴിഞ്ഞ ദിവസം ഈ സംഭവ സ്ഥലങ്ങളിൽ എത്തിച്ച്, പ്രത്യേകിച്ചും വിജയന്റെ മരണം സംഭവിച്ച വീട്ടിലും ഒപ്പം ഇവർ മണലും മറ്റ് സാധനങ്ങളും ഒക്കെ ശേഖരിച്ച സ്ഥലങ്ങളിലുമൊക്കെ എത്തിച്ച് പരിശോധന നടത്തിയിരുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നിതീഷിന്റെ ഒരു നോവലിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതായത് നിതീഷ് ഈ മഹാമാന്ത്രികം എന്ന പേരിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഒരു നോവൽ എഴുതുകയും അത് യഥാർത്ഥ സംഭവങ്ങളുമായി കൂട്ടി വായിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് നിതീഷ് ഈ നോവലിലും പ്രതിപാദിച്ചിരിക്കുന്നത്. ആഭിചാര ക്രിയകളും മറ്റു കാര്യങ്ങളുമൊക്കെ കൊണ്ടു നടന്നതാണ് ഈ നോവലും. അതിനകത്തും ആ നോവലിലും പകപോക്കലും ഒക്കെ വിശദീകരിച്ചിട്ടുള്ള എന്തായാലും വളരെ ദുരൂഹതകൾ നിറഞ്ഞ ഒരു കേസാണ് കട്ടപ്പന കൊലപാതക കേസ്. പ്രതികൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. അഭിലാഷ്, ഒപ്പം പ്രിൻസ്, ഇതിപ്പോൾ ഈ 2016 മുതൽ പീഡനത്തിന് ഇരയാക്കപ്പെട്ടു എന്നാണല്ലോ. ഇപ്പോഴാണോ ഇത് സംബന്ധിച്ചൊരു പരാതി ലഭ്യമായിട്ടുള്ളത്? തീർച്ചയായും ഈ ഇരട്ടക്കൊലപാതക കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തു വന്നതോടെയാണ് ഈ കേസിലും പരാതി ഉണ്ടാകുന്നത്. എന്തായാലും പോലീസ് അതിജീവിതയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിതീഷ് എഴുത്തുകാരൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ നോവലുകൾക്ക് നിരവധി വായനക്കാർ കൂടി ഉണ്ടായിരുന്നു. അതിനിടയിലാണ് നിതീഷ് നിസാരക്കാരനല്ല, ഇത്തരത്തിൽ പൂജയുടെ മറവിലൊക്കെ അമ്മയുടെ സുഹൃത്തിനെ പോലും പീഡിപ്പിച്ച പ്രതി കൂടിയാണ് എന്ന വാർത്ത പുറത്തു വരുന്നത്. അതേസമയം തിരുവനന്തപുരം നിവാസികൾക്ക് വലിയ ആശ്വാസം നൽകുന്ന വാർത്തയാണ് അടുത്തത്. നഗരവാസികളുടെ ഉറക്കം കെടുത്തിയ കുപ്രസിദ്ധ മോഷ്ടാവ് പിടിയിലായിരിക്കുകയാണ്. നഗരത്തിലെ വിവിധ സ്റ്റേഷൻ പരിധികളിൽ ആയി 23 ഭവനഭേദന കേസുകളിൽ പ്രതിയായ തിരുവനന്തപുരം ഇന്ദിവിള സ്വദേശി ബാഹുലയനെ വഞ്ചിയൂർ പോലീസാണ് പിടികൂടിയത്. ആലുവയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിലും ഇയാൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് പോലീസിന് സൂചന ലഭിച്ചിട്ടുള്ളത്.
ബാറ്ററി നവാസ്, ബ്രൂസിലി ബിജു എന്നിവരുടെ കൂട്ടാളിയാണ് ബാഹുലേയൻ എന്നും പോലീസ് പറയുന്നുണ്ട്. പ്രതി മോഷണ ശ്രമം നടത്തുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, 23 ഭവന ഭേദന കേസുകളിലെ പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളത്. എങ്ങനെയാണ് ഈ പ്രതിയിലേക്ക് പോലീസ് എത്തപ്പെട്ടത്? അഭിലാഷ്, തിരുവനന്തപുരം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തുടർച്ചയായി കഴിഞ്ഞ ഒരു മാസത്തിനിടെ വിവിധ മോഷണങ്ങൾ നടന്നിരുന്നു. ആ മോഷണങ്ങളുമായി ബന്ധപ്പെട്ട പോലീസ് അന്വേഷണം നടത്തുന്നതിനിടയിൽ സമാനമായ തരത്തിലാണ് ഈ കുറ്റകൃത്യം നടന്നിരിക്കുന്നത് എന്ന് കൃത്യമായി അന്വേഷണത്തിൽ വ്യക്തമായി. അതേ തുടർന്ന് ഇത്തരത്തിൽ സ്ഥിരം കുറ്റവാളികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് സംശയമുന്ന ബാഹുലേയനിലേക്ക്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമീപം ഈന്തുവിളിയിൽ താമസിക്കുന്ന ബാഹുലേയനിലേക്ക് അന്വേഷണമെത്തിയത്. അതിനിടയിലാണ് ആലുവയിൽ നിന്ന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസ്. അത് വലിയ തരത്തിൽ വിവാദമായിരുന്നു. ആ സംഘത്തിൽ ഉൾപ്പെട്ടവരെ കേന്ദ്രീകരിച്ചുകൂടി അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ ബാഹുലേയനും ആ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സൂചന പോലീസിന് ലഭിക്കുന്നത്. അതേ തുടർന്ന് ഇയാളെ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. ഈ മോഷണം നടന്ന സ്ഥലങ്ങളിൽ നിന്ന് CCTV ദൃശ്യങ്ങളടക്കം പോലീസ് പിടിച്ചെടുക്കുകയും അത് വിശദമായി പരിശോധിക്കുകയും ചെയ്തിരുന്നു. അതിനിടയിൽ ഇന്നലെ വൈകിട്ടാണ് വഞ്ചിയൂർ പോലീസ് ഷാഡോ പോലീസിന്റെ സഹായത്തോടെ ബാഹുലേയനെ പിടികൂടിയിരിക്കുന്നത്. എവിടെ നിന്നാണ് പിടികൂടിയത് എന്നത് സംബന്ധിച്ച വ്യക്തമായ സൂചനകളൊന്നും പോലീസ് നൽകിയിട്ടില്ല. പക്ഷേ ഇന്നലെ രാത്രി വൈകിയാണ് ഇയാളെ പോലീസിന്റെ സാഹസികമായ ദൗത്യത്തിനൊടുവിൽ ഈ ബാഹുലേയൻ പിടിയിലാകുന്നത്. ബാഹുലേയനെ ഇന്ന് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുമായിരിക്കും. അതായത് 23 വീടുകൾ കുത്തിത്തുറന്ന് മോഷണം നടത്തിയ കേസിലെ പ്രതിയാണ് ബാഹുലേയൻ. നഗരത്തിലെ വിവിധ പോലീസ് സ്റ്റേഷനുകളായി ഇയാൾക്കെതിരെ കേസുകൾ നിലനിൽക്കുന്നുമുണ്ട്. എന്തായാലും ആലുവയിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ ബാഹുലേയൻ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യം അറിയുന്നതിന് വേണ്ടി വിശദമായ ചോദ്യം ചെയ്യൽ ആവശ്യമാണ് എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നഗരത്തിൽ തുടർച്ചയായി മോഷണങ്ങൾ നടന്നിട്ടും പോലീസിന് പ്രതിയെ പിടികൂടാൻ കഴിയാത്തത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിനിടയിലാണ് ഇന്നലെ വൈകിട്ട് ബാഹുലേയനെ വഞ്ചിയൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളാണ്, അതായത് ഇപ്പോൾ കാണുന്നത് CCTV ദൃശ്യങ്ങളാണ്. മോഷണ ശ്രമം നടത്തുമ്പോൾ ലഭിച്ചിട്ടുള്ള CCTV ദൃശ്യങ്ങളടക്കമാണ് ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. കൊല്ലം ജോനകപ്പുറത്ത് ഉറങ്ങിക്കിടന്നവരുടെ ഇടയിലേക്ക് ബൈക്ക് പാഞ്ഞു കയറി ഒരാൾ മരിച്ചു. തമിഴ്നാട് കൊടാമംഗലം സ്വദേശി പരശുരാമനാണ് മരിച്ചത്. 9 പേർക്ക് പരിക്കേറ്റു. ബൈക്ക് ഓടിച്ചിരുന്ന പള്ളിത്തോട്ട സ്വദേശി സിബിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു. പരിക്കേറ്റവരിൽ 2 പേരുടെ നില ഗുരുതരമാണ്. വിനീഷ് ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനീഷ്, ഇവർ ഈ റോഡരികിൽ കിടന്നുറങ്ങുകയായിരുന്നു. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, അതിദാരുണമായ ഒരു സംഭവമാണ് കൊല്ലത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. കൊല്ലം ഹാർബറിന് സമീപത്താണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. കൊല്ലം ജോനകപ്പുറത്ത് ആണ് അപകടം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഉറങ്ങിക്കിടന്നവരുടെ ഇടയിലേക്ക് ബൈക്ക് പാഞ്ഞു കയറിയാണ് അപകടം സംഭവിച്ചത്. ഭിന്നശേഷിക്കാരനായ തമിഴ്നാട് കോടമംഗലം സ്വദേശി 60 വയസ്സുള്ള പരശുരാമനാണ് മരിച്ചത്. അതിൽ 9 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. ഇതിലെ 9 പേരിൽ 2 പേരുടെ നില അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടി അമിത വേഗതയിൽ ഈ കൊല്ലം പള്ളിത്തോട്ടം സ്വദേശിയായ സിബിൻ എന്ന പേരുള്ള ഒരു യുവാവ് അമിത വേഗതയിൽ വാഹനം തിരിച്ചു കയറ്റുകയായിരുന്നു എന്നാണ് അറിയുന്നത്. ഈ ഇരുചക്ര വാഹനങ്ങൾ ഒരാളുടെ തലയിലൂടെ കയറി ഇറങ്ങിയാണ് അതിദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. അത് കോടമംഗലം സ്വദേശി, അതായത് തമിഴ്നാട്ടിലുള്ള കോടമംഗലം സ്വദേശിയായി 60 വയസ്സുള്ള പരശുരാമൻ തൽക്ഷണം മരണത്തിൽ കീഴടങ്ങേണ്ടി വന്നു എന്നുള്ളത് ദുഃഖകരമായ വാർത്ത ഇതോടൊപ്പം തന്നെ പങ്കുവെക്കാം. കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതുപോലെ തന്നെ ഈ വാഹനം ഓടിച്ചിരുന്ന യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. മദ്യലഹരിയിലായിരുന്നു യുവാവ് വാഹനം ഓടിച്ചിരുന്നതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. വിനീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. എറണാകുളം പറവൂരിൽ ഭർതൃപിതാവ് കഴുത്തറുത്തു കൊന്ന യുവതിക്ക് വെടിയേറ്റിരുന്നതായി പോലീസ്. ഷാനുവിൻ്റെ നെറ്റിയിൽ വെടികൊണ്ട മുറിവുണ്ട് എന്നും മൃതദേഹത്തിൽ നിന്നും പെല്ലറ്റുകൾ കണ്ടെടുത്തതായും പോലീസ് അറിയിച്ചു. നവമി ദിനേശ് ആണ് ചേരുന്നത്. നവമി, ഇതിൽ പ്രാഥമികമായ സൂചന എന്താണ്? വെടിവെച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് തന്നെയായിരുന്നോ? അത്തരം സൂചനകൾ അത് സാധിക്കാതെ വന്നപ്പോഴാണോ മറ്റൊരു മാർഗത്തിലൂടെ കൊലപ്പെടുത്തിയത്? എങ്ങനെ എന്തെങ്കിലും സൂചനകൾ പോലീസ് നൽകുന്നുണ്ടോ?
അഭിലാഷ്, ഷാനുവിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് ഇത്തരത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ മനസ്സിലായത്. ഇത് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒന്നെങ്കിൽ ഷാനുവിന് ആദ്യം വെടിയേറ്റിരുന്നു. സെബാസ്റ്റ്യൻ ആദ്യം ഷാനുവിന്റെ നെറ്റിയിലാണ് വെടിയേറ്റ പിസ്റ്റൾ കണ്ടെത്തിയിരിക്കുന്നത്. ആദ്യം വെടിവെച്ചു, പിന്നീട് മരിച്ചില്ല എന്ന് ഉറപ്പായതോടെയാണ് കഴുത്തറുത്തത്. അല്ലെങ്കിൽ കഴുത്തറുത്തതിന് ശേഷമായിരിക്കും വെടിവെച്ചത്. ഇത് രണ്ടിലേതെങ്കിലും ഒന്നിനായിരിക്കും സാധ്യത എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഈ പിസ്റ്റൾ കൂടുതൽ പരിശോധനയ്ക്കായി, ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയക്കണം. അതിനുവേണ്ടി കോടതിയുടെ അനുവാദത്തിനായി കാത്തു നിൽക്കുകയാണ് പോലീസ്. എന്തായാലും ഒരു ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഈ ഷാനു കഴുത്തിൽ മുറിവേറ്റ പാടെ, അതായത് ഈ കഴുത്തിൽ മുറിവേറ്റ ഉടനെ അയൽവീട്ടിലേക്ക് ഓടുകയായിരുന്നു. അതിനുശേഷം അയൽവാസികളാണ് ഈ സംഭവം കാണുകയും പിന്നീട് എത്രയും വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. പക്ഷെ അവരാരും ഈ ഒരു വെടിയേറ്റ പാട് ആദ്യം തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. പിന്നീട് നടത്തിയ പരിശോധനയിലാണ് വെടിയേറ്റ പാടും പോലീസിന് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. കുടുംബ വഴക്കാണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിന് കാരണമെന്നും ഷാനുവിന്റെ ഭർത്താവ് സിനോജ് വ്യക്തമാക്കുകയും ചെയ്തു. സിനോജ് രാവിലെ പതിവ് പോലെ ഓഫീസിലേക്ക് പോയതാണ്. അമ്മ മകളുടെ വീട്ടിലേക്ക് പോയതിനാൽ ഈ സമയത്ത് ഷാനുവും സെബാസ്റ്റ്യനും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഈ ആഹാരം വെച്ചതുമായി ബന്ധപ്പെട്ട് കുറച്ച് നാളുകളായി സെബാസ്റ്റ്യനും സിനോജും ഷാനുവും തമ്മിലൊക്കെ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. അതിന്റെ ഭാഗമായി സെബാസ്റ്റ്യൻ മകനുമായോ മരുമകളുമായോ കുറച്ച് നാളുകളായി, ഏറെ നാളായി മിണ്ടാത്ത ഒരു സാഹചര്യമായിരുന്നു. ഇത് അമ്മയും ഈ കാര്യം ശരിവെക്കുന്നുമുണ്ട്. ഇതിന്റെ പ്രകോപനത്തിലാണ് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്തത്. പക്ഷേ ഏകദേശം ഒരു 10:45 കൂടിയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. സിനോജ് ജോലിസ്ഥലത്തെത്തിയ ശേഷം ഷാനുവിനെ വിളിച്ചു. അപ്പോഴൊന്നും അസ്വാഭാവികതയായിട്ടുള്ള ഒരു കാര്യവും ഷാനു പറഞ്ഞിട്ടില്ല. അതിനുശേഷം ഷാനുവിന്റെ അമ്മേനെയും വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോഴും മറ്റ് പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞിരുന്നില്ല. ഇതിനിടയിൽ സെബാസ്റ്റ്യനും ഷാനുവും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടായെന്നാണ് കുടുംബക്കാരും സ്ഥിരീകരിക്കുന്നത്. പക്ഷേ അതിനുശേഷം ഈ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം സെബാസ്റ്റ്യനും തൂങ്ങി മരിക്കുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എന്തായിരുന്നു പെട്ടെന്ന് ഇത്തരത്തിലൊരു പ്രകോപനം, സെബാസ്റ്റ്യൻ ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യാനുണ്ടായ കാരണമെന്ന് മറ്റാർക്കും തന്നെ അറിയുന്നതുമില്ല. എന്തായാലും പോലീസ് ഈ വിഷയത്തിൽ ഇപ്പോഴും അന്വേഷണം നടത്തുകയാണ്. ഈ സെബാസ്റ്റ്യൻ ഈ എയർ പിസ്റ്റൾ വാങ്ങിയത് എറണാകുളത്ത് നിന്നാണ്. ലൈസൻസ് ആവശ്യമില്ലാത്ത എയർ പിസ്റ്റൾ കൂടിയാണ്. എങ്കിൽ പോലും ഇതിന്റെ ഒരു പരിശോധനയ്ക്കായി, ശാസ്ത്രീയ പരിശോധനയ്ക്കായി കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന വിവരമാണ്. ഈ യുവതിയുടെ ദേഹത്ത് എങ്ങനെയാണ് ഈ പെല്ലറ്റുകൾ വന്നത്, ഈ പിസ്റ്റൾ ഉപയോഗിച്ച് വെടിയുതിർത്തിരുന്നു എന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആറാട്ടുപുഴ തറയ്ക്കൽ പൂരത്തിനിടെ ആനകൾ ഇടഞ്ഞു. പൂരം ഉപചാരം ചൊല്ലി പിരിയുന്നതിനിടെ ഗുരുവായൂർ രവികൃഷ്ണൻ എന്ന ആനയാണ് ഇടഞ്ഞത്. പാപ്പാന്റെ നേർക്ക് തിരിഞ്ഞ ആന കുത്താൻ ശ്രമിച്ചെങ്കിലും പാപ്പാൻ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. രവികൃഷ്ണൻ പിന്നീട് സമീപത്തുണ്ടായിരുന്ന പുതുപ്പള്ളി അർജുനൻ എന്ന ആനയെ കുത്തി. തുടർന്ന് മുളങ്ങ് ഭാഗത്തേക്ക് ഓടിയ ആനകളെ എലിഫന്റ് സ്ക്വാഡെത്തി തളയ്ക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് വാർത്തകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. Okay then.
മോസ്കോയിൽ ഭീകരാക്രമണത്തിൽ 60 മരണം, 100 പേർക്ക് പരിക്ക്. വെടിവെപ്പുണ്ടായത് സംഗീതവേദിക്ക് അരികിൽ. ആയുധധാരികളായ 5 അംഗ സംഘമാണ് ആക്രമണം നടത്തിയതെന്ന് റിപ്പോർട്ട്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം IS ഏറ്റെടുത്തു. ഡൽഹി മദ്യനയ കേസിൽ കസ്റ്റഡിയിൽ വാങ്ങിയ കെജ്രിവാളിനെ ED ചോദ്യം ചെയ്യും. അറസ്റ്റിലായ BRS നേതാവ് K കവിതയുടെ കസ്റ്റഡി കാലാവധി ഇന്ന് തീരും. PMLA കോടതിയിൽ ഹാജരാക്കും. ഭൂട്ടാന്റെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ദ ഓർഡർ ഓഫ് ദ ഡ്രഗ് ഗ്യാൽപോ ഏറ്റുവാങ്ങിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭൂട്ടാൻ രാജാവാണ് ബഹുമതി സമ്മാനിച്ചത്. നേട്ടം 140 കോടി ജനങ്ങൾക്ക് സമ്മാനിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി. മോദിയുടെ 2 ദിവസത്തെ ഭൂട്ടാൻ സന്ദർശനം തുടരുന്നു. പൗരത്വ നിയമ ഭേദഗതിക്ക് എതിരെ മുഖ്യമന്ത്രി നയിക്കുന്ന ബഹുജന റാലി ഇന്ന് കാസർഗോഡ്. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് റാലി സംഘടിപ്പിക്കുന്നത്. ഈ മാസം 27 വരെ 5 ജില്ലകളിൽ ആണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ റാലി. ആദ്യ റാലി വെള്ളിയാഴ്ച കോഴിക്കോട് നടന്നു. 24-ന് കണ്ണൂരിലും 25-ന് മലപ്പുറത്തും 27-ന് കൊല്ലത്തും റാലി. പൂക്കോട് കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ 8 മാസം തുടർച്ചയായി റാഗ് ചെയ്തെന്ന് റിപ്പോർട്ട്. ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ അന്തിമ റിപ്പോർട്ടാണ് പുറത്തുവന്നത്. മുറിക്കുള്ളിൽ നഗ്നനാക്കി. വാർത്താരംഭം തുടരുകയാണ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ LDFന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ബഹുജന റാലി ഇന്ന് കാഞ്ഞങ്ങാട് നടക്കും. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് റാലി ഉദ്ഘാടനം ചെയ്യുക. ഇന്നലെ കോഴിക്കോട് നടന്ന റാലിയിൽ കേന്ദ്ര സർക്കാരിനും കോൺഗ്രസിനും എതിരെ കടുത്ത വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിച്ചത്. കോൺഗ്രസിന് വിഷയത്തിൽ അഴകുഴമ്പൻ നിലപാടാണ് എന്നായിരുന്നു വിമർശനം. വാർത്തയുടെ വിശദാംശങ്ങളുമായി കാസർഗോഡ് നിന്ന് KV ബൈജുവും കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറും ആണ് ചേരുന്നത്. ആദ്യം ബൈജുവിലേക്ക്. ബൈജു, എപ്പോഴാണ് കാസർഗോട്ടെ ബഹുജന റാലി ആരംഭിക്കുക? അഭിലാഷെ, വൈകിട്ട് 7 മണിക്ക് കാഞ്ഞങ്ങാടാണ് പരിപാടി. കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പൗരത്വം മതം നോക്കി നടപ്പിലാക്കരുത്, പൗരത്വ ഭേദഗതി അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള പരിപാടി. ഇതിൽ പ്രധാനമായും കോൺഗ്രസ് തന്നെ ആരോപിക്കുന്നത് ഇത് രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് LDF നടത്തുന്ന പരിപാടി എന്നാണ്. പ്രധാനമായും കോൺഗ്രസിനെയാണ് രൂക്ഷമായ വിമർശനം ഈ പരിപാടിയിൽ ഉടനീളം മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലായാലും മറ്റും കാണുന്നത്. എന്തായാലും 5 ജില്ലകളിലാണ് ഇത്തരത്തിൽ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഇതിൽ 4 മലബാർ മേഖലകളിലാണ്. ഒരു പരിപാടി മാത്രമാണ് കൊല്ലത്ത്. നാളെ വൈകിട്ട് 7 മണിക്ക് കലക്ട്രേറ്റ് മൈതാനിയിലാണ് നാളെ പരിപാടി. ഏതായാലും ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പങ്കെടുക്കുന്ന പരിപാടിയിൽ LDFന്റെ കാസർഗോഡ് മണ്ഡലം സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറിയുമായ MV ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും. സംസ്ഥാനത്തെ മറ്റ് LDFന്റെ മറ്റ് നേതാക്കളും ഈ പരിപാടിയിൽ പങ്കെടുക്കും എന്ന് പറയുന്നുണ്ട്. എന്തായാലും മുസ്ലിം ലീഗിന് ഈ പരിപാടിയിൽ ക്ഷണമില്ല. അതേസമയം തന്നെ ന്യൂനപക്ഷ വിവിധ സംഘടനകളുടെ പ്രതിനിധികളെ ഈ പരിപാടിയിൽ ക്ഷണിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഒരു തുടക്കം എന്ന നിലയിൽ തന്നെയാണ് ഈ പരിപാടിയെ കാണുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതിന് ശേഷം മുഖ്യമന്ത്രി ആദ്യമായാണ് ജില്ലയിലെത്തുന്നതും ഈ പരിപാടിയുമായി വലിയ ബഹുജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ ഒരു പരിപാടി തന്നെയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 7 മണിക്ക്, കൃത്യം 7 മണിക്ക് കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത്, അതായത് കാഞ്ഞങ്ങാട് മണ്ഡലത്തിലാണ് പരിപാടി. ഇടതിന്റെ ശക്തി കേന്ദ്രമായ കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ കല്യാശ്ശേരി, അതുപോലെ തന്നെ പയ്യന്നൂർ, കാസർഗോഡ്, മഞ്ചേശ്വരം തുടങ്ങിയ മണ്ഡലങ്ങളിലെ പ്രവർത്തകരെയും ഈ പരിപാടിയിൽ എത്തിക്കും എന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു പരിപാടി തന്നെയാണ് LDF ഈ പൗരത്വ ഭേദഗതിക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. കാസർഗോഡ് ഇന്ന് വൈകിട്ട് 7 മണിക്ക് കാഞ്ഞങ്ങാടാണ് പ്രോഗ്രാം. അതേസമയം അനീഷ് കുമാർ, ഇപ്പോൾ ബൈജു സൂചിപ്പിച്ചു കഴിഞ്ഞതുപോലെ ഈ പ്രതിഷേധങ്ങളിൽ എല്ലാം തന്നെ നടക്കുന്നത് മലബാർ മേഖലയിലാണ്. അവിടുത്തെ വോട്ട് സ്വാധീനം, മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് വോട്ട് സ്വാധീനമുള്ള മേഖലകൾ ആണ്. ഇടതുപക്ഷം കൂടുതൽ മുസ്ലിം സമുദായത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനെ വോട്ടാക്കി മാറ്റാവുന്ന തരത്തിലേക്ക് ഈ പ്രതിഷേധങ്ങളെ മാറ്റുന്നു എന്നല്ലേ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി നടത്തിയ വിമർശനങ്ങളിൽ നിന്ന് കൃത്യമായി കേന്ദ്ര സർക്കാരിനെയും ഒപ്പം കോൺഗ്രസിനെയും ഒരുപോലെ വിമർശിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്?
തീർച്ചയായും മലബാറിലെ പല മണ്ഡലങ്ങളിലും ഈ മുസ്ലിം വോട്ടുകൾ നിർണായക സ്വാധീനം ചെലുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ മുസ്ലിം വിഭാഗവുമായി കഴിഞ്ഞ ഏതാനും നാളുകളായി ഒരു അടുപ്പത്തിലേക്ക് CPM എത്തുന്നുമുണ്ട്. ഈ അടുപ്പം കുറച്ചുകൂടി കൂടുതൽ രൂഢമൂലമാക്കുക, ഒപ്പം അതുവഴി കൂടുതൽ വോട്ടുകൾ നേടുക എന്ന തന്ത്രം തന്നെയാണ് CPM ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. കോൺഗ്രസിന് ഈ വിഷയത്തിൽ ഒരു നിലപാടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നു. ഓരോ ഇടത്തും ഓരോ നിലപാടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിന്റെ അധ്യക്ഷൻ, ദേശീയ അധ്യക്ഷൻ ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറയാതെ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ നിന്നും ചിരിച്ചുകൊണ്ട് ഒഴിയുന്നു. ഒപ്പം ഈ രാഹുൽ ഗാന്ധി ഈ വിഷയം നടക്കുമ്പോൾ വിദേശത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം, പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലടക്കം നടന്ന കലാപങ്ങളിൽ അല്ലെങ്കിൽ സമരങ്ങളിൽ, പ്രക്ഷോഭങ്ങളിലൊക്കെ നിരവധി CPM നേതാക്കളും ഇടതു നേതാക്കളും അറസ്റ്റിലാവുകയും അവർക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ ഈ ഘട്ടത്തിൽ എവിടെയാണ് എന്ന കൃത്യമായ ചോദ്യം പിണറായി വിജയൻ ഉന്നയിക്കുന്നു. ഒപ്പം മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവരും ഇതിനകം തന്നെ ഈ കോൺഗ്രസിന്റെ നിലപാടിനെതിരെ രംഗത്തെത്തി കഴിഞ്ഞിരിക്കുന്നു. ഓരോ പഞ്ചായത്തിലും ഈ വിഷയത്തിൽ കോൺഗ്രസിന് ഓരോ നിലപാടാണ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി കൃത്യമായൊരു നിലപാട് ഇക്കാര്യത്തിൽ പറയുന്നില്ല. കേരളം ഇത് നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവർ കേരളത്തെ പരിഹസിക്കുന്ന ഒരു നിലപാടിലേക്ക് പോകുന്നു. എന്നാൽ തമിഴ്നാട്ടിൽ MK സ്റ്റാലിൻ ഇത് നടപ്പാക്കില്ല എന്ന് പറയുമ്പോൾ MK സ്റ്റാലിനെ പിന്തുണയ്ക്കുന്ന നിലപാട് സ്വീകരിക്കുന്നവർ എന്തുകൊണ്ട് കേരളത്തിൽ മറിച്ചൊരു നിലപാടെടുക്കുന്നു എന്ന ചോദ്യം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും കൃത്യമായ രാഷ്ട്രീയ ഉന്നതത്തോടുകൂടി തന്നെയാണ് ഈ LDFന്റെ ഈ പരിപാടികൾ, അല്ലെങ്കിൽ CPMന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടികൾ. കാസർഗോഡിന് പുറമെ പിന്നീട് മലപ്പുറം അടക്കമുള്ള, കണ്ണൂർ അടക്കമുള്ള ഇടങ്ങളിലും ഇത്തരം സെമിനാറുകൾ അല്ലെങ്കിൽ ഇത്തരം റാലികൾ CPM സംഘടിപ്പിച്ചിട്ടുണ്ട്. അഭിലാഷ്, വാർത്തയുടെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിയത്. മറ്റ് തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust. സ്ഥാനാർത്ഥിക്കൊപ്പം ഇന്ന് ആലത്തൂർ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനോട് കൂടെ ചേരുകയാണ്. സാധാരണക്കാരുടെ വോട്ടുകൾ തനിക്കൊപ്പം ഉണ്ട് എന്നാണ് രമ്യ ഹരിദാസ് പറയുന്നത്. സ്ഥാനാർത്ഥിക്കൊപ്പം ഇന്ന് ആലത്തൂർ മണ്ഡലത്തിലാണ്. സിറ്റിംഗ് MPയും UDF സ്ഥാനാർത്ഥിയുമായ രമ്യ ഹരിദാസ് ആണ് നമ്മോടൊപ്പമുള്ളത്. നമസ്കാരം. നമസ്കാരം. എന്തായാലും പ്രചാരണം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. ആദ്യഘട്ടം പൊതുവെ വോട്ടർമാരുടെ പ്രതികരണം എങ്ങനെയാണ്? കാരണം കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് നമ്മൾ അവരിൽ ചേർന്നൊന്ന്, അവരുടെ ഒരു കുടുംബാംഗമായി, അവരുടെ സുഖദുഃഖങ്ങളിൽ ചേർന്നുകൊണ്ട് പോകുന്ന ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിലും ഇപ്പോൾ ഒരു വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോഴും, കാരണം അവരുടെ ഒരു എന്താ പറയാ വലിയ പിന്തുണയോട് കൂടി തന്നെയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ആവേശത്തോട് കൂടിയിട്ടാണ് അവർ നമ്മൾക്ക് നൽകുന്ന ഒരു പിന്തുണ. ഓരോ പ്രദേശങ്ങളിലും, ഇപ്പോൾ ഒരു ടൗൺ ആകട്ടെ, ഒരു ചെറിയ കൊച്ചു കടയാവട്ടെ, ചായക്കടയാവട്ടെ, അല്ലെങ്കിൽ ഒരു തൊഴിലിടമാകട്ടെ, ഇപ്പം മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ഇടങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ അവർ വലിയ ആവേശത്തോടു കൂടി വലിയ പ്രാർത്ഥനയും പിന്തുണയും നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ചു പറയുവാൻ സാധിക്കും, ആലത്തൂർ പാർലമെന്റ് മണ്ഡലം ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം തന്നെയാണ്. പൊതുവെ ഈ ഒരു ഇടതുമുന്നണിക്ക് അനുകൂലമായി നിന്നതാണ്. അത് കഴിഞ്ഞ തവണ ആ ഒരു അവരുടെ ഒരു പ്രതീക്ഷ തന്നെ തകർത്തുകൊണ്ടാണ് താങ്കൾ വിജയിക്കുന്നത്. അതിനുശേഷം ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളിലൊക്കെ എത്രത്തോളം ഒരു മികവാർന്നൊരു വികസന പദ്ധതികൾ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? പ്രത്യേകിച്ച് ക്ഷേമ പദ്ധതികൾ, സാധാരണക്കാർക്ക് ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ, സാധാരണക്കാർക്കുള്ള ആനുകൂല്യങ്ങൾ, അതുപോലുള്ള ക്ഷേമ പദ്ധതികളൊക്കെ എത്രത്തോളം നടപ്പാക്കാൻ കഴിഞ്ഞു? കാരണം 2 വർഷം കോവിഡിന്റെ സമയത്ത് നമ്മുടെ MP ലാഡ്സ് കട്ട് ചെയ്തു പോയി. പക്ഷെ അതിനുശേഷം ലഭ്യമായിരിക്കുന്ന തുകകൾ മുഴുവനും ആലത്തൂർ പാർലമെന്റ് മണ്ഡലത്തിലെ 56 പഞ്ചായത്തും 3 മുനിസിപ്പാലിറ്റി ഉൾക്കൊള്ളുന്ന 7 നിയോജകമണ്ഡലം, പ്രത്യേകിച്ച് തമിഴ്നാടിന്റെ അതിർത്തി മുതൽ അങ്ങ് മലപ്പുറം ജില്ലയുടെ ആലങ്കോട് പഞ്ചായത്ത് വരെ നീണ്ടുകിടക്കുന്ന എല്ലാ പഞ്ചായത്തുകളിലേക്കും ചെറുതും വലുതുമായിരിക്കുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും അത് പൂർത്തീകരിക്കുന്നതിനും കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികളുണ്ട്. നമ്മുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധി, ഇപ്പൊ നാഷണൽ ഹെൽത്ത് മിഷൻ പോലെ, മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലെ തുടങ്ങുന്ന ഒത്തിരി പദ്ധതികൾ, PMGSY പോലെയുള്ള പദ്ധതികളെല്ലാം നമ്മുടെ മണ്ഡലത്തിലേക്ക് നമുക്ക് ആവശ്യപ്രകാരമായിട്ട് ജനങ്ങളും ജനപ്രതിനിധികളും ആവശ്യപ്പെട്ട പരമാവധിയായിട്ടുള്ള പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അറിയാലോ, പാലക്കാട് ജില്ലയിൽ 4 നിയോജകമണ്ഡലം, തൃശൂർ ജില്ലയിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് 2 ജില്ലാ ഭരണകൂടങ്ങളാണ്. വളരെ എന്താ പറയാ, അതെല്ലാം പൂർത്തീകരിക്കുന്നു. ഇപ്പൊ ജില്ലാതലത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികളുടെ അവലോകനം നടക്കുന്ന സമയത്ത് കളക്ടറും അതിന് നേതൃത്വം കൊടുക്കുന്ന ടീം അംഗങ്ങളാണെങ്കിലും നമ്മുടെ മണ്ഡലവുമായി ബന്ധപ്പെട്ട് വരുന്ന
വിഷയത്തിനകത്തൊക്കെ അവർ വളരെ പരിപൂർണമായിട്ടുള്ള പിന്തുണ തന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയാൻ കഴിയുന്നതാണ്. അതേപോലെ തന്നെ അതിന്റെ മോണിറ്ററിംഗ് സംവിധാനവും അത് വളരെ കൃത്യമായിട്ട് നടത്തുവാനും പരിപൂർണമായിട്ട് അത് പൂർത്തീകരിക്കുവാനും സാധിച്ചിട്ടുണ്ട്. എനിക്ക് അതിൽ കളക്ടറോടും 2 കളക്ടർമാരോടും എനിക്ക് പാലക്കാട് ജില്ലയിലെ ചിത്ര മേഡം ആണെങ്കിലും തൃശ്ശൂർ കളക്ടർ ആണെങ്കിലും, കാരണം നമ്മുടെ പദ്ധതികൾ എന്ന് പറയുന്നതിന്റെ അതിന്റെ എന്താ പറയാ ആ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ നിയമപരമായിരിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി അത് മുഴുവൻ വിനിയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് അത് എന്താ പറയാ അതിന്റെ അനുമതി നൽകുന്നതിന് വേണ്ടിയിട്ട് വളരെ കൃത്യമായിട്ട് വളരെ സ്പീഡായിട്ട് അതിൽ വളരെ പിന്തുണ നൽകിയ ആളുകളാണ് എന്നുള്ളത് എടുത്തു പറയുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ചെല്ലുമ്പോൾ നമുക്കറിയാം, കാരണം മുഴുവൻ തുകയും അനുമതിയും അംഗീകാരവും നേടിയെടുക്കാൻ അവരുടെ ഒരു സഹായമില്ല എങ്കിൽ നമുക്കത് കഴിയില്ല. കാരണം രാഷ്ട്രീയത്തിന് അതീതമായിക്കൊണ്ട് മിക്ക പഞ്ചായത്തുകളും നമ്മളോട് അതിന് ചേർന്ന് നിന്നു എന്നുള്ള 1-2 പഞ്ചായത്തുകളിൽ ചില രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതിനപ്പുറത്തേക്ക് ഇതിനോടൊപ്പം ചേർന്ന് നിന്നിരിക്കുന്ന ഒട്ടനവധി ഇടതുപക്ഷ അനുഭാവികൾ പ്രവർത്തിക്കുന്ന പഞ്ചായത്ത്, അതിന് നേതൃത്വം കൊടുക്കുന്ന പഞ്ചായത്തുകൾ പോലും നമ്മുടെ പദ്ധതികൾ വിനിയോഗിക്കുന്നതിന് പരിപൂർണമായിട്ടുള്ള ഒരു പിന്തുണ നമുക്ക് നൽകിയിട്ടുണ്ട്. മോദി സർക്കാർ തന്നെ അധികാരത്തിൽ വരുമോ എന്നുള്ളതോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകൾ സജീവമാണ്. വലിയ തോതിൽ ഫാസിസവും അതുപോലെ തന്നെ അസഹിഷ്ണുതയും ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള രാഷ്ട്രീയപരമായ കാര്യങ്ങളാണോ മണ്ഡലത്തിലുള്ളവരോട് പറയുന്നത്? അതിനപ്പുറത്തേക്ക് ഈ ഒരു വികസന തുടർച്ച, ഒരു MP എന്നുള്ള നിലയിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത വികസനത്തിന്റെ തുടർച്ചയ്ക്ക് വിജയിപ്പിക്കണം എന്നാണോ ആവശ്യപ്പെടുന്നത്? കാരണം ഇതിൽ നമ്മളെ വികസന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ജനങ്ങളെടുത്ത് ചെല്ലുമ്പോൾ അവർക്കറിയാലോ നമ്മുടെ ഫണ്ടുകൾ എത്തിയിരിക്കുന്ന പ്രദേശങ്ങളൊക്കെ. അപ്പൊ അത് അവർ തന്നെ നമ്മളോട് ഇങ്ങോട്ട് പറയും. അപ്പൊ നമ്മൾ ആ വികസനങ്ങളുടെ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങളും നമ്മൾ അവരോട് പറയും. പിന്നെ കഴിഞ്ഞ നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജനങ്ങൾ തന്നെ ആവശ്യപ്പെട്ട് അവര് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്തതൊക്കെ വരും നാളുകളിൽ നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ളത് നമുക്ക് ജനങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അപ്പം നമ്മളെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചയും ഇതിനോടൊപ്പം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ജനങ്ങളുടെ അടുത്തെത്തുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നമുക്ക് ഇത്തവണ ജയിക്കേണ്ടത് ഈ രാജ്യത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്നതിനാണ്. അപ്പൊ നമ്മൾ 1-2 ഇഫ്താറുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് നോമ്പ് തുറയിൽ പങ്കെടുക്കുമ്പോൾ പല ആളുകളും നമ്മുടെ കൈപിടിച്ച് പറയുന്നുണ്ട്, രാഹുൽ ഗാന്ധി വന്നാലേ നമ്മുടെ ആ പഴയ മതേതരത്വവും ആ സൗഹൃദവും ആ സ്നേഹവും ഒക്കെ ഊട്ടിയുറപ്പിക്കുവാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്കറിയാലോ, എന്റെ പാർലമെന്റ് മണ്ഡലത്തിലെ ഒത്തിരി ഉത്സവങ്ങളുണ്ട്. പുത്രാളിക്കാവ് പൂരമാകട്ടെ, മച്ചാട് മാമാങ്കമാകട്ടെ, നെന്മാറ അല്ലെങ്കിൽ വേലയാകട്ടെ, ഇങ്ങനെ കാവശ്ശേരി പൂരം, അതേപോലെ പള്ളി നേർച്ചകള്, പള്ളികളുടെ വലിയ വലിയ എന്താ പറയുക ഇടവകകളുടെ ആഘോഷങ്ങൾ, പള്ളി പെരുന്നാളുകൾ ഒക്കെ നടക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഒരു വളരെയധികം മതസൗഹാർദ്ദമാണ്. പള്ളി നേർച്ച നടക്കുമ്പോൾ അവിടെ വെള്ളം കൊടുക്കാനും അവിടെ ഭക്ഷണം വിളമ്പിക്കൊടുക്കുവാനും ആ നേർച്ചയിൽ ഭാഗമായിട്ട് 5000 പേർക്കും 6000 പേർക്കുമൊക്കെ ഭക്ഷണം വെച്ചു കൊടുക്കുന്നതിലൊക്കെ എല്ലാ വിശ്വാസികളുമുണ്ട്. അതിന് അങ്ങനെ പോകുന്ന ഒരു സ്ഥലമാണ്. ഇപ്പൊ വേലയാണെങ്കിലും നടത്തുമ്പോൾ ത്രാളിക്കാവ് പൂരം നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ഒരുമിച്ച് നിന്നിട്ടാണ് ആ ഉത്സവം നടത്തുന്നത്. അപ്പൊ ആ ഉത്സവം നമ്മൾ എന്ത് ചെയ്യും, ഈ തുടർന്നു പോകുന്ന സമയങ്ങളിൽ അതിന് നേതൃത്വം കൊടുക്കുവാൻ രാഹുൽ ഗാന്ധിക്കും അതേപോലെ തന്നെ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കുമാണ് കഴിയുന്നത് എന്ന് കൃത്യമായിട്ട് ജനങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പ്രത്യേകിച്ച് BJP വലിയ ഫണ്ട് ബാങ്ക് അക്കൗണ്ടുകളൊക്കെ കോൺഗ്രസിന്റെ അക്കൗണ്ടുകളൊക്കെ ഫ്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ വലിയൊരു പ്രതിസന്ധി കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പിൽ ഫണ്ടിന്റെ കാര്യത്തിലുണ്ട്. നമുക്കറിയാവുന്നതാണ്, കേരളത്തിലെ മാത്രമുള്ള പ്രശ്നമല്ല, രാജ്യം ഒട്ടാകെയുള്ളതാണ്. പക്ഷെ ഇവിടെ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ LDF ഭരിക്കുന്നു, അവർക്കും ഫണ്ടിന് വലിയ ബുദ്ധിമുട്ടില്ല, BJPക്കും ഫണ്ടിന് വലിയ ബുദ്ധിമുട്ടില്ല. ഈ ഒരു പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കാൻ കഴിയുന്നുണ്ട്? നിങ്ങൾക്കറിയാം, ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു വലിയ ഒരു ഏകോപനത്തിലേക്ക് പോകുന്ന സമയത്തിൽ അസ്വസ്ഥരായിരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഒരു മുഖ്യമന്ത്രിയെയൊക്കെ ഈ രീതിയിൽ ആക്രമിക്കണമെങ്കിൽ അല്ലെങ്കിൽ അത്തരം നടപടികളുമായിട്ട് പോകണമെങ്കിൽ അവരെത്രത്തോളം അസ്വസ്ഥരായിരിക്കും. ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും, മതേതരത്വത്തിന് കാവൽക്കാരാകാൻ ഇന്ത്യ മുന്നണി പോകുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് എടുക്കുന്ന നടപടികളാണ് ഈ കഴിഞ്ഞ രാത്രിയിലൊക്കെ ഉണ്ടായിരിക്കുന്നത്. റൈറ്റ്, ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തും, അതോടൊപ്പം തന്നെ തന്റെ വിജയം സുനിശ്ചയം എന്നാണ് രമ്യ ഹരിദാസ് പറയുന്നത്. ഒരു കാലത്ത് തെരഞ്ഞെടുപ്പിന്റെ ആവേശമായിരുന്നു വിപ്ലവ ഗാനങ്ങൾ. സ്ഥാനാർത്ഥിയുടെ വിജയത്തിനായി നേരിട്ട് പാട്ടുപാടി വോട്ട് ചോദിച്ചവരാണ് PK മേദിനി ഉൾപ്പെടെയുള്ള ഇടത് വിപ്ലവ ഗായികമാർ. സ്ഥാനാർത്ഥിയുടെ വിജയത്തിനു വേണ്ടിയാണ് എല്ലാ കാലത്തും പാടിയിട്ടുള്ളത് എങ്കിൽ തോറ്റ സ്ഥാനാർത്ഥിയുടെ പരാജയത്തിന്റെ കാരണം പാടി പ്രചരിപ്പിക്കേണ്ടി വന്ന വ്യത്യസ്തമായ അനുഭവവും കേരളത്തിന്റെ ഈ വിപ്ലവ ഗായികയ്ക്ക് ഉണ്ട്. ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ മറക്കാനാവാത്ത മുഖമാണ് PK മേദിനിയുടേത്. പാർട്ടി നിരോധിക്കപ്പെട്ട കാലഘട്ടം മുതൽ തന്നെ പ്രചരണായുധമായിരുന്നു മേദിനിയുടെ പാട്ടുകൾ എല്ലാ കാലത്തും.
പഴയ ഓർമ്മകളിലൂടെ ഒന്ന് കടന്നു പോവുകയാണ് PK മേദിനിയും ഞങ്ങളും. പഴയ ഓർമ്മകൾ അല്ലേ, ഇപ്പോഴും സജീവമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ സജീവമാകുന്നത് വോട്ട് ചെയ്യാൻ അവകാശമില്ലായിരുന്നൊരു കാലത്ത് ആ വോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള സമരങ്ങൾ നടത്തിയ ഓർമ്മയാണ് മനസ്സിലുള്ളത്. രാജവാഴ്ച അവസാനിപ്പിക്കുക, ദിവാൻ ഭരണം അവസാനിപ്പിക്കുക, പ്രായപൂർത്തി വോട്ടവകാശം എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടുള്ള സമരങ്ങളാണ് ഇപ്പോഴും എൻ്റെ മനസ്സിൽ. അപ്പം അതുകൊണ്ട് പഴയ കാലങ്ങളെക്കുറിച്ച് ഓർക്കാതിരിക്കാനൊക്കെയില്ല. എന്നാൽ എല്ലാം അതിനുശേഷം വന്ന തെരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ കൊടി, ചുവന്ന കൊടി, അതിൻ്റെ മുൻപിൽ നിന്ന് പാടാനും അതിനുവേണ്ടി പ്രവർത്തിക്കാനും ഒക്കെയുള്ള ഒരു ബ്ലഡ് സർക്കുലേഷനാണ് എൻ്റെത്. അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്. ഇപ്പോഴും ആ രക്തം അങ്ങനെ തന്നെയാണ്. കാരണം എനിക്ക് മുൻപേ കടന്നു, ഞാനിപ്പോൾ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നതുകൊണ്ട് പറയാം, എനിക്ക് മുൻപേ കടന്നു പോയ എത്രയോ ഈ ഓഫീസിലൊക്കെ ഇരിക്കുമ്പോഴേ കെ മീനാക്ഷി, കാളിക്കുട്ടി ആശാട്ടി, അങ്ങനെ എത്രയോ പഴയ സഹാക്കളുടെ ഓർമ്മകൾ. അതൊക്കെ ഞാൻ കുട്ടിയാണെന്ന് പറഞ്ഞാൽ ഞാനൊരു പാട്ടൊക്കെ പാടി പോവും. പ്രസംഗിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത ഒട്ടേറെ ആളുകൾ, അവരുടെ ആരുടെയും പേര് എവിടെയും വെച്ചിട്ടില്ല, പക്ഷെ ജനമനസ്സിലുണ്ട്, എല്ലാവർക്കും എല്ലാ മനുഷ്യരും ഉണ്ട്. അവരുടെയൊക്കെ കൂടെ സഹന സമരത്തിൻ്റെ സഹന ശക്തിയുടെയും പ്രവർത്തനത്തിൻ്റെയും ഭാഗമാണ് ഇപ്പം ഈ കറണ്ട് ഇലക്ഷൻ. അന്നും ഇന്നും തമ്മിലുള്ള വ്യത്യാസം, അന്ന് തൊഴിലാളി വർഗത്തിൻ്റെ ഐക്യനിര, എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളും എല്ലാം ഒന്നിച്ച് നിൽക്കും. തിരുവിതാംകൂർ എന്നൊക്കെ പറഞ്ഞാൽ അറിയാം, കയർ തൊഴിലാളികളുടെ മൂവ്മെന്റ് ഒക്കെ ഏറ്റവും കൂടുതൽ നടന്ന സ്ഥലമാണ്. നമ്മുടെ ആലപ്പുഴയിലാണ് അത്രയും വലിയൊരു സമരം നടന്നത്. ഏറ്റവും കൂടുതൽ സമരങ്ങൾ നടന്നത്, ഏറ്റവും യൂണിയൻ ഉണ്ടായിരുന്നത് കയർ ഫാക്ടറി തൊഴിലാളി യൂണിയൻ, കരണ്ട് ആൻഡ് ഓയിൽ വർക്കേഴ്സ് യൂണിയൻ, എല്ലാ രക്ഷാ തൊഴിലാളി യൂണിയൻ, ഇപ്പോഴും എല്ലാ യൂണിയൻ ഉണ്ടെന്നല്ലാതെ ആ യൂണിയന്റെ പോളിറ്റിക്സ്, ആ സംഘടനയുടെ ചുമതല എന്നെത്ര പേർക്ക് അറിയാവുന്ന എനിക്ക് അറിഞ്ഞൂടാ. രജിസ്ട്രേഷനിലുണ്ട് കേട്ടോ, ഇല്ലെന്ന് പറയില്ല, നമ്മൾ കേൾക്കാറുണ്ട് എപ്പോഴും നല്ല സംഘടനയാണെന്ന്. എങ്ങനെയാ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്? തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയുള്ള ഒരു പരിപാടി അന്ന് എനിക്ക് തോന്നുന്നു കലയും വിപ്ലവവും ഒക്കെ ഇടകലർന്ന് അത് ആശയങ്ങൾ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഈ പാട്ടുകൾ വലിയൊരു ഘടകമായിരുന്നു. പാട്ടും കലയും ഒക്കെ ഉണ്ട്, നാടകങ്ങളും കല, അത് അതാത് കാലങ്ങളിലെ പോളിറ്റിക്സ് അനുസരണമായിട്ടുള്ള നാടകങ്ങൾ എഴുതും, ആ നാടകങ്ങൾ അവതരിപ്പിക്കും. അപ്പം അതുകൊണ്ട് ആ നാടകം കാണുമ്പം എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യേണ്ടത്, എന്തിനു വേണ്ടിയാണ് വോട്ട് ചെയ്യുന്നത്, ആ നാടകം അവസാനിക്കുമ്പോൾ അറിയും. അതുകൊണ്ട് ആളുകൾ അവിടെ ഇഷ്ടം പോലെ കൂടും. പ്രസംഗത്തെക്കാളേറെ പാട്ടും കലാപരിപാടിയാണ്. പാട്ടിലെ ആശയങ്ങൾ അങ്ങനെയാണ്. ഏത് പാട്ടും അതുപോലുള്ള പാട്ടുകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടി പണപ്പെട്ടി ഒട്ടിയ വേർതൻ വീര്യമെല്ലാം കണ്ടു. ആരോടെ ചോദിച്ചിരിക്കുന്ന മണിമാളിയെ പുൽമാടമെന്നെതിരെ ഉണർന്നു, അതാണ്. അത് ടി വി തോമസ് ഒക്കെ പരാജയപ്പെട്ട സമയത്ത് പണാധിപത്യമാണ് ആ ഒരു തെരഞ്ഞെടുപ്പിനെ പരാജയപ്പെടുത്തിയതെന്നുള്ള കാര്യങ്ങളെ അല്ലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ പാടിയ പാട്ടാണ് അല്ലേ? അതിപ്പോഴും അത് തന്നെയാ. എന്തായിരുന്നു അതിന്റെ വരികൾ? എന്തായിരുന്നു പെട്ടി പണപ്പെട്ടിയുടെ? പെട്ടി പണപ്പെട്ടി ഒട്ടിയ വയർതൻ വീര്യമെല്ലാം കണ്ടോ മണിമാളികെ പുൽമാടമെന്നെതിരെ ഉണർന്നു. പെട്ടി പണപ്പെട്ടി എന്നിട്ട് പറയാ, ഒരു ഭാഗം പണപ്പെരുമാൾ, മറുഭാഗം മർദ്ദിതർ അടരാടാൻ നിൽപ്പൂ. നാടാകെ പുരോഹിതരും മുതലാളി വർഗവും ജനമർദ്ദനത്തിനു മാർഗദർശികളാ. അത് അന്നും ഇന്നും എന്നും അറിയിക്കുന്നുണ്ട്. പണാധിപത്യ ശക്തി, ജാതി, മതങ്ങൾ എല്ലാം വോട്ടിന് സ്വാധീനിക്കും. ജനാധിപത്യം അന്ന് ഇതുപോലെ തന്നെ പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഈ ടി വി തോമസിന്റെയൊക്കെ ഒരു പരാജയമായിരുന്നു. അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു, അതായത് ഈ പാട്ടിലൂടെ നമ്മൾ എങ്ങനെയാണ് പരാജയപ്പെട്ടതെന്ന് ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, സംവദിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ എങ്ങനെയായിരുന്നു പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരുന്നത് ഈ പാട്ട് പാടാൻ വേണ്ടി? കണവർമ്മ ക്ഷേത്രവും ശിവജയനും ഒക്കെയാണെന്നുള്ളത് എല്ലായിടത്തും പോയി പാടി ആളുകൾ ഇതെല്ലാം കേൾക്കാൻ വരുന്നുണ്ടായിരുന്നു. അന്ന് മൈക്കില്ലെങ്കിലും ആളുകൾ, ഞാൻ പറഞ്ഞില്ലേ, സംഘടിത ശക്തി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടായിരുന്നു. തൊഴിലാളി വർഗം, തൊഴിലാളികൾക്ക് ഒരു വർഗബോധം ഉണ്ടായിരുന്നു. അത് ബാർബർ തൊഴിലാളി ആയാലും കൊള്ളാം, രക്ഷാത്തൊഴിലാളി ആയാലും കൊള്ളാം, ഏത് കരണ്ട് ആൻഡ് ഓയിൽ, ഏറ്റവും കൂടുതൽ കയർ ഫാക്ടറി തൊഴിലാളി. കയർ മേഖല എപ്പോൾ തകർന്നോ ആ
കാലത്തിന് ശേഷം ഒരു സംഘടിത ശക്തി എന്നുള്ളതായിരിക്കും നമുക്ക് ഒന്നിച്ചു നിൽക്കാൻ സാധിച്ചിട്ടില്ല. പിന്നെ വ്യാവസായിക പുതിയ മേഖലകളിൽ ഉള്ള പഴയ കാലങ്ങളിൽ നിന്ന് മാറി വന്നപ്പോൾ നമുക്ക് ആശയപരമായിട്ട് ജനങ്ങളുടെ മനസ്സിലേക്ക് നമ്മുടെ പ്രസംഗത്തെക്കാളേറെ പാട്ടിനേക്കാളേറെ ചിന്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം വന്നു. അന്നത്തെ കാലത്ത് പക്ഷേ ഒരു കാര്യമുണ്ട്, നിരോധിതമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ ഘട്ടത്തിലാണ് പി.കെ. മേദിനെ പോലുള്ള സ്ത്രീകളൊക്കെ ഈ പ്രചരണവുമായി ഇറങ്ങുന്നത്, ഇതിന്റെയൊക്കെ വക്താക്കളാവുന്നതൊക്കെ. പി.കെ. മേദിനി മാത്രമല്ല, ഗൗരിമേടൊക്കെ പറയുമ്പോൾ നമ്മള് ഒരു കാലത്തിന്റെ തെരഞ്ഞെടുപ്പിലൊക്കെ ഗൗരിയമ്മ വരുന്നു, ഗൗരിയമ്മ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ഇങ്ങനെ തിങ്ങും ഭയങ്കരമായിട്ട്. എന്തായാലും പി.കെ. മേദിനിക്ക് ഓർത്തെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് സ്ഥാനാർത്ഥിക്കൊപ്പം നമ്മൾ ആരംഭിച്ചത് രമ്യ ഹരിദാസിനൊപ്പമായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാട്ടുപാടി വിജയിച്ച സ്ഥാനാർത്ഥിയാണ് രമ്യ ഹരിദാസ്. അതിനുശേഷം പി.കെ. മേദിനി. ഇനിയും നമ്മൾ മറ്റൊരു പാട്ടുകാരനെയാണ് പരിചയപ്പെടുത്തുന്നത്. അതായത് ഇതുവരെ പാട്ടുകാരൻ എന്നറിയപ്പെടാത്ത ഒരു ഉഗ്രൻ ഗായകനായാണ് ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഒരു സിനിമയിൽ പിന്നണി ഗായകനായി അരങ്ങേറ്റം നടത്തിയ കഥയും ഈ സ്ഥാനാർത്ഥിക്ക് പറയാനുണ്ട്. സസ്പെൻസ് നീട്ടുന്നില്ല. കേരള രാഷ്ട്രീയത്തിലെ ഒന്നാന്തരം പാട്ടുകാരൻ പി.ജെ. ജോസഫിന്റെ പിൻഗാമികളിൽ ഒരാളായ കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജാണ് ആ പാട്ടുകാരൻ. പാട്ടുപാടി വോട്ട് തട്ടിയെടുക്കാൻ വന്നതല്ല ഫ്രാൻസിസ് ജോർജ്. കോട്ടയം കൈപ്പുഴ സെന്റ് ജോസഫ് കോൺവെന്റിൽ വോട്ട് തേടിയെത്തിയതാണ്. സദസ്സിലെ പാട്ടുകാരിയെ സിസ്റ്റർമാർ പരിചയപ്പെടുത്തിയതോടെ തങ്ങളുടെ സ്ഥാനാർത്ഥിയും പാടുമെന്ന് ഒപ്പം വന്ന UDF പ്രവർത്തകർ. എന്നാൽ കേൾക്കണമെന്നായി സിസ്റ്റർമാർ. അങ്ങനെ ഒരു ഭക്തിഗാനം തന്നെ പാടിത്തുടങ്ങി. ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ റൂബി ഒരു പാട്ട് പാടുന്നതായിരിക്കും. ആലത്തൂരങ്ങടി നമ്മൾ പോയി വരുമ്പോൾ ആകാശം തൊട്ട് തലോടുന്നൊരാൻ മരം കണ്ടെന്നേ, ആലിപ്പഴം പൂത്ത് നിറഞ്ഞത് കണ്ണാലെ കണ്ടേ ഞാൻ. തനിക്ക് ഭക്തിഗാനത്തിൽ മാത്രമല്ല പിടിയെന്ന് ഫ്രാൻസിസ് ജോർജ് ന്യൂസ് 18 മുന്നിൽ തെളിയിച്ചു. അങ്ങനെ അല്ലിയാമ്പൽ കടവിലേക്ക് ഒരു യാത്ര. അല്ലിയാമ്പൽ നരയ്ക്കു വെള്ളം നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പിൻ വള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ഇതിനിടെ ആ രഹസ്യവും ഫ്രാൻസിസ് ജോർജ് വെളിപ്പെടുത്തി. താനൊരു പിന്നണി ഗായകൻ കൂടിയാണ്. പക്ഷേ സിനിമ പുറത്തു വന്നിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരു ഫിലിമിന് വേണ്ടിയിട്ട് ഒരു പിന്നണി ഗാനം തന്നെ ഞാൻ പാടിയിട്ടുണ്ട്. പക്ഷെ ഫിലിം പുറത്തു വന്നില്ല. ജോയി ചെമ്മാച്ചേരി പിടിക്കാൻ പോയ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്നെ ഒരു പാട്ട് പാടാൻ, തമിഴ് പാട്ടായിരുന്നു. അപ്പോൾ അത് പാടി റെക്കോർഡൊക്കെ ചെയ്തായിരുന്നു. പക്ഷെ അത് ഞാൻ ആ പാട്ട് തന്നെ മറന്നുപോയി. അത് പക്ഷെ സിനിമ പിടിച്ചില്ല. അപ്പോൾ ചുമ്മാ സൗഹൃദ ബന്ധത്തിൻ്റെ പേരിൽ ചുമ്മാ അങ്ങനെ പറഞ്ഞ് പാടി എന്നുള്ളതേ ഉള്ളൂ. ഞങ്ങളെ വല്ല പാർട്ടി ക്യാമ്പൊക്കെ വരുമ്പോഴൊക്കെ ചുമ്മാ അങ്ങനെ പാടും. ജോസഫ് സാറൊക്കെ പാടുന്ന കൂടെയൊക്കെ പാടുന്ന അല്ലാതെ ഉണ്ട്. ഞാനങ്ങനെ ഒറ്റയ്ക്ക് പാടാനൊന്നും പോയിട്ടില്ല. ഞങ്ങൾ വിദേശത്തൊക്കെ പോകുമ്പോൾ സാറിന് എല്ലാവരും എവിടെ ചെന്നാലും ആളുകൾ പാട്ട് പാടാനാണ് പറയുക. പ്രസംഗിക്കാൻ പറയുന്നതിനൊക്കെ കൂടുതൽ സാറ് ഒരു പാട്ട് പാടണമെന്ന് പറയും. അപ്പോൾ അങ്ങനെ പാടുമ്പോൾ സാറിൻ്റെ കൂടെയൊക്കെ പാടിയിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പാട്ടും പരിപാടിയും ഒക്കെ കഴിഞ്ഞെങ്കിലും താനൊരു പാട്ടുകാരനാണെന്ന രഹസ്യം പുറത്തായത് ഒരൽപ്പം ആശങ്കയോടെയാണ് ഫ്രാൻസിസ് ജോർജ് കാണുന്നത്. ഇനി പല വേദികളിലും പാട്ടുപാടണം എന്ന ആവശ്യം സ്വാഭാവികമായും ഉയരും. പൊതുവെ വരികൾ ഓർത്തുവെക്കാത്ത തനിക്ക് അതൊരു വെല്ലുവിളിയാകുമെന്നാണ് പ്രിയപ്പെട്ടവരുടെ രാജു ചേട്ടൻ പറയുന്നത്. ഞാൻ അതുകൊണ്ട് മിണ്ടാറില്ല. ഇതിന് പറയാൻ പോയി കഴിഞ്ഞാൽ വലിയ അവത്താണ്. ആളുകൾ പറയും പാട്ട് പാടാൻ പറയും. നമുക്ക് വല്ല പാട്ട് പറയാം. അല്ലിയാമ്പൽ നരയ്ക്കു വെള്ളം നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പിൻ വള്ളം, നമ്മുടെ നെഞ്ചിലാകെ അനുരാഗ കരിക്കിൻ വെള്ളം. ജി ശ്രീജിത്ത്, ന്യൂസ് 18, കോട്ടയം. രാജ്യം തെരഞ്ഞെടുപ്പിലേക്ക്. കോ പ്രസന്റഡ് ബൈ ബർജർ പെയിന്റ്സ്, 100 years of trust.
RLV രാമകൃഷ്ണനെതിരായ അധിക്ഷേപ പരാമർശമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിൽ നിറഞ്ഞു നിന്നത്. ഈ അധിക്ഷേപ പരാമർശ വിവാദത്തിൽ കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥികൾ RLV രാമകൃഷ്ണന് ഐക്യദാർഢ്യവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ RLV രാമകൃഷ്ണൻ വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ വേദിയൊരുക്കുകയാണ്. കലാമണ്ഡലം കൂത്തമ്പലത്തിൽ ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് രാമകൃഷ്ണൻ മോഹിനിയാട്ടം അവതരിപ്പിക്കുക. സത്യഭാമയുടെ അധിക്ഷേപ പരാമർശത്തിൽ പ്രതിഷേധിച്ചാണ് കൂത്തമ്പലത്തിൽ വേദിയൊരുക്കുന്നത് എന്ന് സംഘാടകർ പറഞ്ഞു. IPL-ൽ ഇന്ന് 2 മത്സരങ്ങൾ ആണുള്ളത്. വൈകിട്ട് 3:30 ആദ്യത്തെ മത്സരം. ഈ മത്സരത്തിൽ ഡൽഹി പഞ്ചാബിനെയാണ് നേരിടുക. കൊൽക്കത്ത ഹൈദരാബാദ് മത്സരം രാത്രി 7:30 നടക്കും. കാലാവസ്ഥാ വ്യതിയാനത്തിന് എതിരെ സുസ്ഥിര കൃഷിരീതിയുമായി കൈരളി അഗ്രികൾച്ചർ മൾട്ടി സ്റ്റേറ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി കാർബൺ ബഹിർഗമനം കുറയ്ക്കുകയും കർഷകർക്ക് അധിക വരുമാനം ലഭിക്കുകയും ചെയ്യുന്നതാണ് പദ്ധതി. ഏപ്രിൽ മാസത്തോടെ കേരളത്തിലും തമിഴ്നാട്ടിലും 15,000-ഓളം കർഷകരുടെ 25,000 ഏക്കറിൽ ആണ് കാർബൺ ക്രെഡിറ്റ് പദ്ധതിയുടെ പ്രാരംഭഘട്ട പ്രവർത്തനം ആരംഭിക്കുക. വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തന പരിചയമുള്ള ലതീഷ് VK-യുടെ നേതൃത്വത്തിൽ ലോ കാർബൺ സൊല്യൂഷൻസ് എന്ന ക്ലൈമറ്റ് ടെക് സ്റ്റാർട്ടപ്പുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. തൃശൂരിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സൊസൈറ്റി ചെയർമാൻ KV അശോകൻ, CEO സതീഷ് പുലിക്കോട്ടെ, ലോ കാർബൺ സൊല്യൂഷൻസ് MD ലതീഷ് VK തുടങ്ങിയവർ പങ്കെടുത്തു. വാർത്താരംഭം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. സിദ്ധാർത്ഥ